റീസെന്റ് ചേച്ചി മോഹിനിയാട്ടം ഒക്കെ, അത് മോഹിനിയാട്ടം അല്ല, ആ ഒരു പാട്ട് അത് വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്രയും ക്ലോസ് ടു ആ ഹാർട്ടായിട്ടുള്ളൊരു പാട്ടാണ്. ആ പാട്ടിനെ നൃത്താവിഷ്കാരം എന്ന് മാത്രമേ അവിടെയും അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അത് പഠിച്ചതും അങ്ങനെ തന്നെയാണ്, അവതരിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനെ ആൾക്കാർക്ക് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പാട്ട് മാറ്റി, അതിൻ്റെ സ്പീഡ് മാറ്റി, അതിനെ എങ്ങനെയെങ്കിലും കളിയാക്കി, ഇത് കണ്ടോ, അതാ കോലം കെട്ടിയിരിക്കുന്ന കണ്ടോ എന്നാൽ അവർ ചെയ്യട്ടെ, അവർ ചെയ്ത് കാണിക്കട്ടെ. ഇപ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞു അത് മോശമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പം ടീച്ചർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അത് എൻ്റെ മക്കളെ പോലെയാണ് എന്ന് പറഞ്ഞ് അത് ആർക്കും കാണണ്ട, കാരണം അവർക്ക് ചീത്ത വിളിക്കുന്നതാണ് കാണേണ്ടത്. സത്യഭാമ ടീച്ചർ നല്ലത് പറഞ്ഞ് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ നല്ലത് പറഞ്ഞത് ആർക്കും കേൾക്കണ്ട, ചീത്ത പറയുന്നത് മാത്രം എല്ലാവരും പബ്ലിസൈസ് ചെയ്യും. അത് ഒരു വൈകല്യമാണ്. നമ്മളിപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ പറയുന്നു. മെൻ്റലി ഡിസേബിൾഡ് ആണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, കുറ്റം പറയുന്നവർ. വെറുതെ ആരെങ്കിലുമൊക്കെ എന്തായി കാണിച്ച് വെച്ചിരിക്കുന്നു, ഇങ്ങനെ അധികം മുഖം ഇങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ആ അനക്കം എല്ലാം തീരും. നമ്മൾ കുറച്ച് സമയം നമ്മൾ ജീവിക്കുന്നത് ക്ലോസ് ടു ആ ഹാർട്ട് എന്തൊക്കെ ഡ്രീംസ് ഉണ്ടോ, ഹൃദയത്തിനോട് ചേർത്ത് വെക്കാനുള്ള നിമിഷങ്ങളെ നമുക്ക് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ, ആ പരിപൂർണത എത്തണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും, തീർച്ചയായിട്ടും സന്തോഷിക്കും.